ഇന്നലെ ബംഗളൂരുവിൽ സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയ മലയാളിയായ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉടമ CJ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ബംഗളൂരുവിൽ നടക്കും. സഹോദരന്റെ വീട്ടുവളപ്പിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾ ബംഗളൂരുവിൽ പുരോഗമിക്കുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനായ CJ റോയ് ഇന്നലെ വൈകിട്ട് ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്തതായാണ് വിവരങ്ങൾ. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ പറയൂ. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടോ? ഗൗതം, ബംഗളൂരുവിലെ ബോറിംഗ് ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. 9 മണിക്ക് ശേഷം സഹോദരന്റെ കോറമംഗലയിലുള്ള വീട്ടിൽ മൃതദേഹം എത്തിക്കും. പിന്നീട് 2 മണിവരെ അവിടെ പൊതുദർശനം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു വിവരം കൂടി ഉള്ളത് ഈ കൃത്യമായി ഒരു സംസ്കാരത്തിൻ്റെ സമയം കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടില്ല. കാരണം ഈ റോയിയുടെ ഭാര്യയും മക്കളും ഇന്ന് പുലർച്ചെ തന്നെ ബംഗളൂരുവിൽ എത്തിയിരുന്നു. അവർ മോർച്ചറിയിൽ എത്തി മൃതദേഹം കണ്ടു. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. ഇവർ ഇപ്പോഴും അവിടെയുള്ളൊരു ഹോട്ടലിൽ തന്നെ തങ്ങുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ അശോക് നഗർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. പോലീസ് ഈ റോയിയുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ അവരിൽ നിന്ന് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്തായാലും റോയിയുടെ സഹോദരങ്ങളും ഭാര്യയും മക്കളും ഒക്കെ കൂടെ ആലോചിച്ച ശേഷം മാത്രമായിരിക്കും കൃത്യമായി എത്ര മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കുകയുള്ളൂ. കോറമംഗലയിൽ സഹോദരന്റെ വീടിനടുത്തുള്ള ദേവാലയത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും ഇതിന്റെ സമയം അല്പസമയത്തിന് ശേഷം മാത്രമേ കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ച ആരോപണം പോലെ തന്നെ, അതായത് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ ഉണ്ടായതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഈ ആരോപണം ശക്തമാക്കി തന്നെയാണ് ഇന്ന് രാവിലെയും കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. റോയിയുടെ സഹോദരൻ CJ ബാബു രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരമൊരു ആരോപണം വീണ്ടും ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ 3 ദിവസമായി കൊച്ചിയിലെ ഉദ്യോഗസ്ഥർ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബംഗളൂരുവിലെ ഹെഡ് ഓഫീസിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. ഇന്നലെ റെയ്ഡ് തുടരുന്നതിനിടയിലാണ് റോയിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നതും ദുബൈയിൽ നിന്നും ഇയാൾ ഈ ബംഗളൂരുവിലെ ഓഫീസിലെത്തുന്നതും. എന്തായാലും ഓഫീസിലെത്തിയതിനു ശേഷം കൂടുതൽ രേഖകൾ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഒന്നും രേഖകൾ എടുക്കാനായി ക്യാബിനിലേക്ക് മറ്റൊരു മുറിയിലേക്ക് പോയതിനു ശേഷം അവിടെ വെച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയുമായിരുന്നു. എന്തായാലും ഈ റോയി മരിച്ചതിന് ശേഷവും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് തുടർന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കുടുംബം വ്യക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കടുത്ത സമ്മർദ്ദം മൂലമാണ് സഹോദരൻ ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണവുമായാണ് റോയിയുടെ സഹോദരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. ദൃഷ്ട്യാ ആത്മഹത്യക്കാണ് നഗർ പോലീസ് കേസെടുത്തിരിക്കുന്നതെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് അന്വേഷണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകളുടെ കൃത്യമായ ഒരു സമയവും അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഗൗതം.